ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ധാരാളം അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ, ബ്രസീൽ, മെക്സിക്കോ, പാകിസ്ഥാൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമ്പോൾ ഇവരെല്ലാം രേഖകളില്ലാത്തവരാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ അത് വിശ്വസിക്കുക മാത്രമേ നമുക്ക് തരമുള്ളൂ. അതിലുപരി ഇവരെല്ലാം അമേരിക്കയുടെ കണ്ണിൽ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് ഈ തിരിച്ചയക്കപ്പെടുന്നവരോട് എത്ര മാന്യതയില്ലാതെയും പെരുമാറാമെന്ന സൂചനയാണ് ഇവരുടെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് കൊടും കുറ്റവാളികളെ പോലെ നാടുകളിൽ എത്തിക്കുമ്പോൾ ട്രംപ് നമുക്ക് തരുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ തിരിച്ചയക്കുന്നതിനിടയിൽ പനാമയിലും ഗോണ്ടനാമോ ബേയിലുമൊക്കെ ഇവരെ കൊണ്ടിറക്കി പട്ടിണിക്കിടുകയും മർദ്ദിക്കുകയും മാത്രമല്ല, ഇന്ത്യക്കാരിൽ സിഖുകാരായവർ തലയിൽ ധരിച്ചിരിക്കുന്ന അവരുടെ മതാചാര പ്രകാരമുള്ള തലപ്പാവ് വലിച്ചെറിഞ്ഞുമൊക്കെ അവരെ മാക്സിമം അപമാനിച്ചാണ് ഇന്ത്യയിൽ എത്തിച്ചത് എന്ന് പറയുമ്പോൾ അതിനെതിരായി ഒരക്ഷരം പറയാത്ത ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയെ ഭയക്കുന്നതിന് പിന്നിലുള്ള ചില കാരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ ചെലവിലേക്കായി അമേരിക്ക $21 മില്യൺ നൽകിയെന്ന് ട്രംപ് പറയുമ്പോൾ അതിനെ ശക്തിയായി എതിർക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാവാതെ വരുമ്പോഴാണ് ഇന്ത്യ അമേരിക്കയെ ഭയക്കുന്നതിൻ്റെ പിന്നിലുള്ള ഗുട്ടൻസ് നമുക്ക് പിടികിട്ടുന്നത്. ഇതുവരെ 3 കപ്പലുകളിലും വിമാനത്തിലുമൊക്കെയായി ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെന്ന് സീലടിച്ചുകൊണ്ട് കുറേ ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ദരിദ്രരാണെന്ന് പറയുമ്പോഴും 40 ലക്ഷം മുതൽ 1-2 കോടി രൂപ വരെയൊക്കെ മുടക്കിയിട്ടാണ് അവർ അമേരിക്കയിലേക്ക് കള്ളവണ്ടി കയറി പോയത് എന്ന് പറയുമ്പോൾ ഇവരാരും തീരെ ദരിദ്രരല്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. തന്നെയുമല്ല, ഇത്രയും പണം മുടക്കാൻ തയ്യാറുള്ളവർ ഇന്ത്യയിൽ തന്നെ മാന്യമായി ബിസിനസ് ചെയ്യാൻ സാഹചര്യമുള്ളപ്പോഴാണ് മെക്സിക്കൻ വേലിചാടി അമേരിക്കയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ ഇരവാദം മുഴക്കി അവരോട് സഹതപിക്കേണ്ട ആവശ്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എൻ്റെ വിഷയം ഇതൊന്നും അല്ല കേട്ടോ. ഒരു വശത്തുകൂടി ദരിദ്രവേഷം ഇട്ടവരെ പുറത്താക്കുന്ന നടപടി ട്രംപ് സ്വീകരിക്കുമ്പോൾ അമേരിക്കയിലേക്ക് ഇതേ കുടിയേറ്റക്കാർക്ക് വേണമെങ്കിൽ വീണ്ടും കുടിയേറാനുള്ള ഒരു സന്ദർഭവും കൂടി ട്രംപ് മറ്റൊരു ഓപ്ഷനിലൂടെ ഒരുക്കിയിരിക്കുകയാണ്. പിച്ചക്കാരെല്ലാം പോയി സമ്പന്നർ കയറി വരാൻ കഴിയുന്ന വിധത്തിൽ US ഗോൾഡ് കാർഡ് വിസയിലൂടെ ഏത് രാജ്യത്തെയും ഏതൊരു ധനികനും എളുപ്പത്തിൽ അമേരിക്കൻ പൗരത്വം നൽകാനുള്ളൊരു പദ്ധതിയാണ് ട്രംപ് ഇപ്പോൾ പുതിയതായി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് അമേരിക്ക എന്നൊരു സ്വപ്നം ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പദ്ധതി പ്രകാരം $50 ലക്ഷം മൂലധനം നിക്ഷേപിക്കാൻ കഴിയുന്ന ആർക്കും അമേരിക്കൻ പൗരത്വം നേടാം എന്നൊരു ഗുണമുണ്ട്. അവർക്ക് ഗോൾഡ് കാർഡ് വിസ ലഭിക്കും. അവർക്ക് ഒളിച്ചും പാത്തും നടക്കാതെ അന്തസ്സായി അമേരിക്കൻ റോഡുകളിലൂടെ കാർ ഓടിച്ച് നടക്കാൻ കഴിയും. അമേരിക്കൻ യുദ്ധവിമാനങ്ങളിൽ കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യയിൽ കൊണ്ട് ഇറക്കുകയില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കാശുള്ളവർക്കെല്ലാം അമേരിക്കയിലേക്ക് വീണ്ടും കുടിയേറാൻ ഒരവസരം വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ അമേരിക്കയിൽ EB വിസ പ്രോഗ്രാമിന് പകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. EB വിസ പ്രകാരം ഇതുവരെ $8 ലക്ഷം അമേരിക്കയിൽ നിക്ഷേപിച്ചാൽ തൊഴിൽ നടത്താനും അവിടെ പൗരത്വം നടത്താനൊക്കെ കഴിയുമായിരുന്നു. എന്നാൽ ഈ വിസയ്ക്ക് പകരമായി ഇപ്പോൾ ഗോൾഡ് കാർഡ് വിസയാണ് കൊടുക്കാൻ ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ കാശ് കൂടുതൽ മുടക്കണം. ഇനി അമേരിക്കൻ പൗരനാകണമെന്നുണ്ടെങ്കിൽ $50 ലക്ഷം, അതായത് ഏതാണ്ട് 40-45 കോടി രൂപ വരും. അത് മുടക്കണമെന്നർത്ഥം. കഞ്ഞിക്ക് വകയില്ലാത്തവനെ അമേരിക്കയിലേക്ക് കയറ്റില്ല എന്ന് ട്രംപ് ഏതാണ്ടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കാശില്ലാത്തവരാരും അമേരിക്കയ്ക്ക് പോകാൻ നിൽക്കണ്ട. ഇത് ട്രംപിലെ ബിസിനസ്സുകാരൻ്റെ ബുദ്ധിയാണ്. അയാൾ അമേരിക്കയിൽ നടപ്പാക്കുന്ന പുതിയ നിയമങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക നിലയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കുന്നതിന് പകരം ഒറ്റയടിക്ക് കാര്യം പറഞ്ഞ് നിയമങ്ങൾ കർശനമാക്കുക എന്നൊരു നയമാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരിപാടിയെല്ലാം വർക്കൗട്ടായി അമേരിക്ക സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി 3ാമതും പ്രസിഡന്റ് ആകാൻ ട്രംപിന് കഴിയും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കാശുള്ളവരെല്ലാം അമേരിക്കയിലേക്ക് പോരൂ എന്നാണ് ട്രംപ് പറയുന്നത്. അതല്ലാതെ അമേരിക്കയിൽ പോയി കാശുണ്ടാക്കി അമേരിക്കൻ പൗരനാകാം എന്നുള്ള ഉദ്ദേശം കൈവച്ചേക്കാനാണ് ട്രംപ് പറയുന്നത്. അതിനു പകരം സ്വന്തം നാട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് പൗരനായിക്കോ എന്നൊരു ഓപ്ഷൻ അതിന് മുന്നിൽ നൽകുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാശുള്ളവർക്കെല്ലാം പോകാമല്ലോ.
നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള വഴി തുറന്നിട്ടിരിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ മെക്സിക്കൻ വേലി ചാടി ഇനി ഒരുത്തനും അമേരിക്കയിലേക്ക് കയറാൻ നിൽക്കേണ്ട എന്നാണ് ട്രംപ് താക്കീത് ചെയ്യുന്നത്. ട്രംപിന്റെ പുതിയ തീരുമാനം ഗുജറാത്തിക്കും പഞ്ചാബിക്കും ഹരിയാനക്കാരനുമൊക്കെ ഒരു വെല്ലുവിളിയാകുമ്പോൾ മലയാളിയെ സംബന്ധിച്ചത് അത്ര വെല്ലുവിളിയാണെന്നൊന്നും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം $50 ലക്ഷം എന്നാൽ മലയാളിയെ സംബന്ധിച്ച് ഒരു 40-45 കോടി രൂപയല്ലേ ഉള്ളൂ. കേരളത്തിലെ ടൗൺ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ഇത്രയും തുക എന്നത് മലയാളിക്ക് പുല്ലാണ്. ആ സ്ഥലം വിറ്റ് കാശ് മേടിച്ച് ട്രംപിന്റെ മോന്തയ്ക്കൊണ്ട് വലിച്ചെറിഞ്ഞ് മര്യാദയ്ക്ക് എനിക്ക് അമേരിക്കൻ പൗരത്വം താടോ എന്ന് ധൈര്യമായിട്ട് ഒരു മലയാളിക്ക് പറയാൻ കഴിയും. അവിടെ ട്രംപ് തോൽക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. മലയാളിയെ ഒരിക്കലും ട്രംപിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം കാശുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. അവർക്ക് കേരളത്തിലെ സ്റ്റാൻഡേർഡൊന്നും തീരെ തികയത്തില്ല, ശരിയാകില്ല എന്നുള്ളതാണ്. അവർക്ക് അമേരിക്കയിൽ പോയി അമേരിക്കൻ പൗരത്വം നേടി അല്ലെങ്കിൽ ദുബായിൽ പോയി ജീവിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്ക് കാശ് പുല്ലാണ്. അവർ നേരെ ഇതെല്ലാം വിറ്റ് ചുട്ട് അമേരിക്കയിലേക്ക് പോകും. അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ കാലമായി അമേരിക്കയിലുള്ള ആൾക്കാർ മുഴുവൻ കേരളത്തിൽ കിടക്കുന്ന അവരുടെ സ്ഥലങ്ങൾ ഇപ്പം വില വർദ്ധിച്ചതുകൊണ്ട് അതെല്ലാം വിറ്റിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിലൂടെ അവർ പണം ഉണ്ടാക്കുകയാണ്. അമേരിക്കയിൽ തന്നെ ജീവിക്കുന്നു, അമേരിക്കയിൽ തന്നെ മരിക്കുന്നു. ചിലർക്ക് ആഗ്രഹമുണ്ട് കേരളത്തിലെ അവരുടെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ മരിച്ച് വന്ന് കിടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചിലർ, അത്യപൂർവം ആൾക്കാർ മാത്രമേ കേരളത്തിലേക്ക് മരിക്കാൻ വരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും അമേരിക്കയിൽ തന്നെ അങ്ങ് അടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളിയെ ട്രംപിന് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അവർ സ്ഥലം വിറ്റിട്ട് നേരെ അമേരിക്കയെ കൊണ്ട് 40 കോടിയല്ല 100 കോടി മുടക്കാൻ വരെ ആസ്തിയുള്ളവർ കേരളത്തിലുണ്ട്. അവർക്കൊരു അമേരിക്കൻ പൗരത്വം മതി. എന്നാൽ ട്രംപിൻ്റെ ഈ പുതിയ വിസ പരിപാടിയെ അമേരിക്കയിൽ തന്നെ വിമർശിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ പരിപാടി ദുരുപയോഗം ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അമേരിക്കക്കാർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത്. ഒരു തട്ടിപ്പിനുള്ള അവസരമാണ് ഈ ട്രംപ് ഇതിലൂടെ നൽകുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇനി മുതൽ കേരളത്തിലെ സ്കൂട്ടർ തട്ടിപ്പ് പോലെയുള്ള കലാപരിപാടികൾ നടത്തി കാശുണ്ടാക്കുന്നവർ നേരെ അമേരിക്കൻ പൗരത്വം നേടി രക്ഷപ്പെടാൻ കഴിയും എന്നൊരു ഗുണം കൂടി ട്രംപിൻ്റെ പുതിയ പദ്ധതിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.